ഏറ്റവും വലിയ നാശം പിടികൂടിയിരിക്കുന്നത് ക്രിസ്ത്യൻ തലമുറയെ തന്നെയാണ്. ഒരു സംശയവുമില്ല. ഏറ്റവും മോശമായി ജീവിക്കുന്നത് നമ്മളാണ്. ഇവിടെ സഭയുടെ നിയമം അനുസരിച്ച് വിവാഹം കഴിച്ച് എല്ലാ രീതിയിലും ജീവിച്ച് എങ്ങനെയും പോകാൻ ഒരു മാർഗവുമില്ല. IELTS പാസ്സാകാതെ കരഞ്ഞ് കാലയെ പിടിച്ച് വിശുദ്ധീകരിച്ച് തമ്പുരാന്റെ മുമ്പിൽ കുമ്പിട്ട് എങ്ങനെയും പേപ്പർ മേടിച്ച് അപ്പുറത്ത് എന്നിട്ട് വേറൊരാളുടെ കൂടെ ജീവിക്കുക. കുറെ നാൾ കഴിയുമ്പോൾ ഭർത്താവിനെയും കൊണ്ട് ചെല്ലുക. അവൻ ആ ജീവിക്കുന്ന അവസ്ഥ കണ്ട് ഹൃദയം പൊട്ടി മക്കളുടെ കൂടെ ജീവിക്കുക. കാരണം എന്താണ്? 10, 20, 22 ലക്ഷം രൂപ കടവും വിലയും മേടിച്ച് അവന്റെ കുടുംബത്തിന് കാശും ഉണ്ടാക്കി പോയ വ്യക്തികളാണ് ഇങ്ങനെ ജീവിക്കുന്നത്. അതവന് സഹിക്കുമല്ലാതെ വേറെ മാർഗമില്ല. ഇങ്ങനെ ഓരോ രാത്രിയിലും കരയുന്ന എത്ര കുടുംബങ്ങൾ പ്രാർത്ഥന സ്വീകരിച്ച് പോകാൻ മാർഗമില്ലാതെ കഷ്ടപ്പെട്ട് രക്ഷയില്ലാതെ പോയിട്ട് അവിടെ ചെന്നിട്ട് വളരെ മോശമായി ആ രാജ്യത്തിന്റെ തെറ്റായ നടപടിക്രമങ്ങളെ മുഴുവൻ സ്വീകരിച്ച് അവിടെയുള്ള നന്മകളൊന്നും സ്വീകരിക്കാതെ ഉച്ചിഷ്ടം ഭക്ഷിച്ച് സ്വന്തം കുടുംബത്തെയും ജീവിത പങ്കാളിയെയും തള്ളിക്കളഞ്ഞ് ഒരു ഡെമ്മിയായി ജീവിത പങ്കാളികൾ കൂടെ കഴിയുന്ന നൂറുകണക്കിന് ക്രിസ്ത്യൻ മക്കൾ ഇന്ന് വിദേശ രാജ്യങ്ങളിലുണ്ട്. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പോയിരിക്കുന്നതിൽ 75% ക്രിസ്ത്യൻ കുടുംബങ്ങളും മക്കളും പരിപൂർണ തകർച്ചയിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ദേവാലയങ്ങളും പള്ളികളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും അവിടുത്തെ വൈദികർക്ക് പോലും അവരോടൊരു പരിധിക്കപ്പുറത്തൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യം. ഒന്ന്, നാടിന്റെ നീതി അങ്ങനെ; രണ്ടെന്തേലും പറഞ്ഞാൽ 10 പൈസ കൊടുക്കില്ലാത്തൊരവസ്ഥ. അഹങ്കാരത്തിന്റെ മേഖലകളിൽ അവർ വിരാജിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവരെക്കുറിച്ചൊരു ചെറിയ തെറ്റ് പറഞ്ഞാൽ പിന്നെ അവരുടെ സ്വഭാവം മാറി. കാരണം എന്താണെന്നറിയോ? പണം, ആ രാജ്യത്തിന്റെ തെറ്റായ സൗഭാഗ്യങ്ങളിലുള്ള ആസ്വാദനം. എത്ര കഷ്ടപ്പെട്ട് അവിടെ ദരിദ്ര പണി ചെയ്ത പണം ഉണ്ടാക്കണമെങ്കിൽ പോലും അതിന് വില കൽപ്പിക്കാതെ അവരെ രാജ്യത്തിന്റെ ആസ്വാദനങ്ങളിൽ ജീവിച്ചുകൊണ്ട് മറ്റുള്ളവരോട് പുച്ഛമായി പെരുമാറി ഇത് ഞങ്ങളുടെ കഴിവും പ്രയത്നവും അധ്വാനവുമാണെന്ന ചിന്തയിൽ ജീവിച്ച് പോകുന്നത് കൊണ്ട് ഏതേലും ഒരു കുറ്റങ്ങളോ കുറവുകളോ അവരെ തിരുത്താൻ ശ്രമിച്ചാൽ ഒരു കാരണവശാലും തിരുത്താൻ പറ്റാത്ത അവസ്ഥ. ചിലരോടൊക്കെ ഞാൻ നല്ല കട്ടൻട്രി ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ പിന്നെ അവർ ഒരിക്കലും എന്നെ വിളിക്കാറില്ല. അവർക്ക് എന്തെല്ലാം അത്ഭുതം അതിൽ നിന്ന് കിട്ടിയതാണെങ്കിലും ശരി, ഒരിക്കൽ പോലും പിന്നെ അവർ തിരിച്ചു വരുമെന്ന് വിചാരിക്കേണ്ട. പക്ഷേ പറയാനുള്ളത് അവരോട് പറയാതിരിക്കാൻ പറ്റില്ല. അത് ദൈവനീതിയാണ്. കാരണം അവരുടെ തിരിച്ചുവരവോ അവരുടെ സ്നേഹപ്രകടനങ്ങളോ അവരുടെ ആഗ്രഹങ്ങളോ വിലയിരുത്തി അല്ല ശുശ്രൂഷ, തമ്പുരാനെ വിലയിരുത്തിയാണ്. അതുകൊണ്ട് പറയേണ്ടത് പറഞ്ഞിരിക്കണം, കൊടുക്കേണ്ടത് കൊടുത്തിരിക്കണം. തെറ്റുകൾ തെറ്റാണെങ്കിൽ നിഷിദ്ധമായി അതിനെ എതിർത്തിരിക്കണം. ഇത് നമ്മളെ ഏൽപ്പിച്ച ദൗത്യമാണ്. അവിടെ സ്നേഹമോ അവരുടെ കരുതലോ അല്ലെങ്കിൽ അവരുടെ സോപ്പിങ്ങോ ഒന്നും ദൈവത്തിന് ബാധകമല്ല.